ആരാണ് കാങ് ദ കോൺഗർ? കാങ് ദ കോൺഗർ അതായത് നത്താന റിച്ചാർഡ്സ് ജീവിച്ചിരുന്നത് 31st സെഞ്ചുറിയിലാണ്. അതായത് നമ്മളിപ്പോൾ 21st സെഞ്ചുറി അല്ലേ. ഇതിനെക്കാട്ടും 1000 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഫ്യൂച്ചറിലാണ് നമ്മുടെ നത്താന റിച്ചാർഡ്സ് ജീവിച്ചിരുന്നത്. ഈ റിച്ചാർഡ്സ് എന്ന് പറയുന്നത് ആരുമല്ല, നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ റീഡ് റിച്ചാർഡ്സിന്റെ ഫാമിലിപ്പെട്ട ഒരു മെമ്പറാണ് നമ്മുടെ നത്താന റിച്ചാർഡ്. അങ്ങനെ നമ്മുടെ നത്താന റിച്ചാർഡ് ജീവിച്ചിരുന്ന സ്ഥലം ഫ്യൂച്ചർ വളരെ പീസ്ഫുള്ളായ നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇവൻ വില്ലനല്ലേ, ഇവൻ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഡൂം ഉണ്ടാക്കിയ ഒരു ടൈം മെഷീൻ ഉണ്ടാവും, അത് ഈ പന്നി റീക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവൻ ആ ടൈം മെഷീൻ എടുത്തിട്ട് അവിടുന്ന് പാസ്റ്റിലേക്ക്, അതായത് ഏൻഷ്യൻ ഈജിപ്റ്റ് കാലഘട്ടത്തിൽ എത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് രാമാഡോ എന്ന് പറയുന്ന ഒരു ഫറോവയായിട്ട് അവിടെ താമസിക്കുകയാണ്. എന്നിട്ട് ഇവൻ അവിടെ എല്ലാവരെയൊക്കെ കോൺകർ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ എടുത്ത പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് അവിടുത്തെ റിയാലിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ വാച്ചറെണ്ണം കാണുകയാണ്. അങ്ങനെ വാച്ചർ നേരെ ഫാന്റാസ്റ്റിക് ഫോറിനെ അറിയിക്കുകയാണ്. അങ്ങനെ ഫാന്റാസ്റ്റിക് ഫോർ ഈ നത്തിയാനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതായത് പാസ്റ്റിലേക്ക് ഏൻഷ്യൻ ഈജിപ്റ്റ് കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ഫാന്റാസ്റ്റിക് ഫോർ ഈ നത്തിയാനെ അടിച്ചുറക്കുകയാണ്. എന്നിട്ട് ഇവനെ തിരിച്ച് ഇവൻ്റെ ടൈം ലൈനിലേക്ക് എന്നെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അങ്ങനെ അവൻ പോകാൻ നേരത്ത് ഈ ടൈം മെഷീൻ എന്തോ കാരണത്താൽ മാൽഫങ്ഷൻ ആവുകയാണ്. അങ്ങനെ നേരെ അവൻ 21st സെഞ്ചുറിയിൽ എത്തുകയാണ്. അങ്ങനെ അവിടെയുള്ള മെയിൻ വില്ലനായിട്ടുള്ള ഡോക്ടർ ഡൂമായിട്ട് അണ്ണൻ കമ്പനി ആവുകയാണ്. അങ്ങനെ അവൻ്റെ പേരൊക്കെ മാറ്റി ഇവൻ സ്കാർലറ്റ് സെഞ്ചുറി എന്ന് പറഞ്ഞ വേറൊരു വില്ലനായിട്ട് മാറുകയാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്യാണ്, അവഞ്ചേഴ്സ് ആയിട്ട് ഫൈറ്റിന് പോവുകയാണ്. അവഞ്ചേഴ്സ് ആയിട്ട് ഫൈറ്റിന് പോയി ഇവൻ വീണ്ടും തോൽക്കുകയാണ്. അങ്ങനെ അവൻ തിരിച്ച് ഇവൻ ടൈം ലൈനിലേക്ക് തന്നെ ഇവനെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അങ്ങനെ അവൻ 31st സെഞ്ചുറിയിലേക്ക് പോകുന്നതിന് പകരം ഇവൻ അതിനെക്കാട്ടും 1000 വർഷം ഫ്യൂച്ചർ, അതായത് 41st സെഞ്ചുറിയിലേക്ക് ഇവൻ ടൈം ട്രാവൽ ചെയ്യാണ്. ഈ 41st സെഞ്ചുറിയിൽ ഇവൾക്കൊക്കെ ടെക്നോളജി ഉണ്ടെങ്കിൽ അതും എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഇത് കണ്ട നത്താന റിച്ചാർഡ്സ് ഇവരൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യുക, ഇവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നത്താന റിച്ചാർഡ്സ് ആ ഒരു എർത്തിനെ റൂൾ ചെയ്ത് കാങ് ദ കോൺകറർ ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഇവനെ അടുത്ത ടെക്നോളജിയും ഏലിയൻ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് ഇവനൊരു പവർഫുൾ സൂട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് ഇവൻ അടുത്ത കാങ് ദ കോൺകറർ ആയിട്ടൊക്കെ മാറുന്നത്. അങ്ങനെ അവൻ വീണ്ടും പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് 21st സെഞ്ചുറിയിൽ വന്നിട്ട് നമ്മുടെ അവെഞ്ചേഴ്സിനെയൊക്കെ തോൽപ്പിച്ച് ആ എർത്തൊക്കെ കോൺകർ ചെയ്യും. ഇതാണ് ഇവൻ്റെ ഒരു മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അണ്ണന് കുറേ കഥകളൊക്കെ ഉണ്ട്. ആ കഥകളൊക്കെ പറയാവുന്ന അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഇവൻ എങ്ങനെയാണ് ഇത്രയും വേരിയൻസ് ഉണ്ടായത് നമുക്ക് നോക്കാം. സീരീസിൽ ഇവൻ്റെ മൾട്ടിവേഴ്സിലുള്ള പല വെർഷനെ കുറിച്ചിട്ടേക്കും പറയാം. പക്ഷേ റിയൽ സ്റ്റോറി അങ്ങനെയല്ല, അതായത് കോമിക്സിൽ അങ്ങനെയല്ല. കാങ് ഓരോ ടൈം ലൈനിലേക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു ഓൾട്ടർനേറ്റീവ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വേരിയൻറ്റ് ആ ടൈം ലൈനിൽ തന്നെ പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ ലോക്കി മരിക്കൂ, പക്ഷേ അവഞ്ചേഴ്സ് 1ൽ ലോക്കി ആ ടെക്സ്ട്രാറ്റ് കിട്ടിയിട്ട് ആ ലോക്കി അവിടെ നിന്ന് ടെലിപ്പോർട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ലോക്കിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേരിയൻ്റ് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാങ്ങിന് ഒരുപാട് തരത്തിലുള്ള വേരിയൻസ് ഉണ്ട്. അങ്ങനെ ഇവൻ ക്രിയേറ്റ് ചെയ്ത ഈ വേരിയൻസ് എല്ലാം കൂടെ ഉള്ളൊരു ടീമാണ് കൗൺസിൽ ഓഫ് കാങ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ വേരിയൻസ് എല്ലാം കൂടെ കൗൺസിൽ ഓഫ് കാങ് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ പ്രൈം കാങ്, അതായത് ഇതെല്ലാം തുടങ്ങി വെച്ചൊരു ചെങ്ങയില്ലേ, ഓനെ കൊല്ലാൻ നോക്കുന്നതും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അതായത് കുറേ വലിഞ്ഞ് റബ്ബർ ബാൻഡ് പോലൊരു സ്റ്റോറിയാണ് ഈ കാങ്ങിൻ്റെത്. വലിയ രസമൊന്നുമില്ല, എന്നാലും കേട്ടിരിക്കാം.